അഖിൽ മാരാർ രാജ്യദ്രോഹിയാണോ? രാജ്യത്തെ തള്ളിപ്പറഞ്ഞു അഖിൽ മാരാർ. അഖിൽ മാരാറെ നമ്മുടെ വലതുപക്ഷത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ വിമർശിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ശരിക്കും എന്താണ് ഈ രാജ്യസ്നേഹം. ഈ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോ ഈ ഈ കപട രാജ്യസ്നേഹവും കപട മതേതരത്വവും അല്ലെങ്കിൽ കപട ദേശീയത, സ്യൂഡോ നാഷണലിസവും സ്യൂഡോ സെക്കുലറിസവും കപട മതേതരത്വവും, ഇത് രണ്ടും വലിയൊരു പ്രശ്നമാണ്. ഇത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് യഥാർത്ഥ രാജ്യസ്നേഹം, എന്താണ് കപട രാജ്യസ്നേഹം, എന്താണ് യഥാർത്ഥ മതേതരത്വം അല്ലെങ്കിൽ മതസൗഹാർദ്ദം അല്ലെങ്കിൽ കപട മതേതരത്വം, ഇത് രണ്ടും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അത് അറിയണമെങ്കിൽ ആദ്യം കാണേണ്ടത്, ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ ഷാഹിദ് അഫ്രീദി. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. പാകിസ്ഥാന്റെ വളരെ ഫേമസ് ആയ ക്രിക്കറ്ററായിരുന്ന ഷാഹിദ് അഫ്രീദി ഇന്നലെ പാകിസ്ഥാനിൽ ഒരു വിക്ടറി ലാപ്പ് നടത്തുകയുണ്ടായി. പാകിസ്ഥാനിൽ വലിയൊരു വിക്ടറി ലാപ്പ്. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞ് അഫ്രീദി പാകിസ്ഥാനിൽ ഒരു വലിയ വിക്ടറി ലാപ്പ് പോലെ നടത്തി. സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയും യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഈ യുദ്ധത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞ് അഫ്രീദിയുടെ ഒരു എന്താ പറയുക, ഞാനത് ആ വീഡിയോ എടുക്കുകയും കൂടെ ചെയ്യാം. അഫ്രീദി പാകിസ്ഥാനിൽ ഒരു വലിയ ബൈക്ക് റാലിയും മറ്റുമൊക്കെ നടത്തി. ഇത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ വിജയമാണ്, ഇന്ത്യയുടെ പരാജയമാണെന്നൊക്കെ പറഞ്ഞ് അഫ്രീദിയുടെ വലിയൊരു റാലി ഉണ്ട്. ആ റാലി കാണേണ്ടതാണ്. പാകിസ്ഥാനികളെ പോലും ഉള്ളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാന് മേൽക്കൈ കിട്ടാത്ത ഇന്ത്യക്ക് മേൽക്കൈ കിട്ടിയ ഒരു വാറാണ് നടന്നത്. നമ്മൾ 100ഓളം അവിടുത്തെ തീവ്രവാദികളെ കൊന്നു. അതായത് അഫ്രീദി പറയണത് പാകിസ്ഥാൻ ജയിച്ചു എന്നാണ്. അഫ്രീദി എന്ത് അർത്ഥത്തിലാണ് പാകിസ്ഥാൻ ജയിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ പാകിസ്ഥാൻ ഈ ഇതിൽ ജയിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു റാലി ഒക്കെ നടത്തുന്നുണ്ട്. വലിയൊരു റാലി. ഇത് യഥാർത്ഥത്തിൽ ഒരു കപട രാജ്യസ്നേഹത്തിന്റെയും കപട ദേശീയതയുടെയും വലിയൊരു അതായതാണ് ആ റാലി. ആ റാലിയുടെ രസകരമായ പിക്ചേഴ്സ് ഉണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാം അറിയാം, ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ചെറിയൊരു കോൺഫ്രണ്ടേഷനിൽ ഒരു വലിയ ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറൊന്നും ആയില്ല. പാകിസ്ഥാന് നഷ്ടങ്ങളാണ് ഉണ്ടായത്. 100ഓളം പാകിസ്ഥാന്റെ പട്ടാളക്കാർ മരിച്ചു. പാകിസ്ഥാൻ ഇങ്ങോട്ട് അയച്ച കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ വന്ന് വീണ് പതിച്ചില്ല. നമ്മൾ വിജയിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവുകൾ അല്ലെങ്കിൽ ഒരു മിലിറ്ററി മുമ്പോട്ട് വെക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയായി. ഡൊണാൾഡ് ട്രംപ് അത് അനൗൺസ് ചെയ്തത് നമുക്ക് ചെറിയൊരു ക്ഷീണമായി എന്നതിനപ്പുറം ഇന്ത്യ യഥാർത്ഥത്തിൽ അതിൽ വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പാകിസ്ഥാൻ വിജയിച്ചു എന്ന് പറഞ്ഞ് അവിടെ അഫ്രീദി റാലി നടത്തുന്നത് ഈ അതായത് ദേശീയതയുടെ പേരിൽ കള്ളം പറയാനുള്ള ഒരു ടെൻഡൻസിയാണ്. അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമാണ് ദേശീയത എന്ന് കാണിക്കാനാണ്. ഞങ്ങൾ കണ്ടോ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ജയിച്ചു. അപ്പം പാകിസ്ഥാനിലെ ആരെങ്കിലും അഫ്രീദി ചോദിക്കും, അഫ്രീദി എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? അത് കാര്യമില്ല. നമ്മൾ പാകിസ്ഥാൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഇതിന്റെ മീൻസ് ഇതുപോലെയല്ല നമ്മുടെ അഖിൽ മാരാർജിയെ അതേപോലെ നരേന്ദ്രമോദിജിയെ വിമർശിച്ചിട്ട് പോസ്റ്റ് ഇട്ടതിന് അഖിൽ മാരാരെ രാജ്യദ്രോഹിയായിരുന്നു. ഓർക്കണം, മോദി അല്ല രാജ്യം, ഇന്ദിരാഗാന്ധി അല്ല രാജ്യം, എന്തിനും മഹാത്മാഗാന്ധി പോലും അല്ല രാജ്യം. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണ്. പക്ഷെ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഇന്നാണെങ്കിൽ 140 കോടി ജനങ്ങളും ഈ രാജ്യത്തെ സ്ഥലവും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും നമ്മളെല്ലാവരുമാണ് ഈ രാജ്യം. ഈ രാജ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും എന്താ പറയുക ഒരു പാർട്ടി അല്ല, BJP അല്ല രാജ്യം, അതേപോലെ മതേതരത്വം അല്ല കോൺഗ്രസ്. ഇവരെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഓരോ ആശയങ്ങളുടെ നിലപാടിൽ നമ്മൾ പറയുന്നതാണ്. അപ്പൊ എന്താ നമ്മുടെ അഖിൽ മാരാർ പറഞ്ഞതിൽ ഒരു വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രാജ്യമാണ് വലുത്, രാഷ്ട്രീയമല്ല. അതൊക്കെ കറക്റ്റാണ്. 2 ദിവസം മുമ്പ് വരെ വലിയ രാജ്യസ്നേഹിയായ എന്നെ കണ്ടിരുന്ന പലരും ഇപ്പം രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് കാണുമ്പോൾ എന്റെ സംശയം, രാജ്യത്തെ സ്നേഹിക്കുന്നതാണോ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതാണോ രാജ്യസ്നേഹം എന്നാണ്. 100% കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതല്ല, രാജ്യത്തെ സ്നേഹിക്കുന്നത് തന്നെയാണ് രാജ്യസ്നേഹം. കാര്യം നാളെ കോൺഗ്രസ് ഭരിക്കാം, മറ്റന്നാൾ BJP ഭരിക്കാം, ചിലപ്പം ആപ്പ് ഭരിക്കാം, ഏതെങ്കിലുമൊക്കെ പാർട്ടികൾ ഭരിക്കാം. അതുകൊണ്ട് ആ പാർട്ടി എടുക്കുന്ന നിലപാടും അതിന്റെ നേതാവുമാണ് രാജ്യം എന്നാണോ നമ്മൾ കരുതേണ്ടത്? അങ്ങനെയല്ല. ഇനി അടുത്തതാണ് എനിക്ക് അഖിൽ മാരാറോടും പറയാനുള്ളത്. എനിക്ക് അഖിൽ മാരാറെ ഇഷ്ടമാണ്, നമ്മുടെ സുഹൃത്താണ്. പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ ഇനി ഒരിക്കലും കയറരുത്. പാകിസ്ഥാനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ രാജ്യസ്നേഹി. എന്ത് തരം രാജ്യസ്നേഹമാണത്? പാകിസ്ഥാനെ ലോകത്ത് നിന്ന് ഇല്ലാതാക്കണം. 25 കോടി മനുഷ്യർ പാകിസ്ഥാനിലുണ്ട്. അവരെല്ലാം പിന്നെ എവിടെ പോവും? അവരെയും കൂടി ഇല്ലാതാക്കണം. ഇത് ഒരു തരത്തിലും രാജ്യസ്നേഹമല്ല. ഈ പാകിസ്ഥാൻ വിരോധമല്ല നമ്മുടെ രാജ്യസ്നേഹം. അല്ലെങ്കിൽ ഇന്ത്യ വിരോധമാകരുത് പാകിസ്ഥാൻ സ്നേഹം. അതാണ് അഫ്രീദിക്ക് പറ്റുന്നത്, നമ്മുടെ അഖിൽ മാരാർക്ക് പറ്റരുത്.
അതായത് പാകിസ്ഥാനെ ഇല്ലാതാക്കണം എന്ന് പറയുന്നത് ആവരുത് ഇന്ത്യൻ രാജ്യസ്നേഹി. ഇത് തന്നെയാണ് പാലസ്തീനും ഇസ്രായേലും പറ്റുന്നത്. നീ ഇസ്രായേലി രാജ്യസ്നേഹിയാണെങ്കിൽ പാലസ്തീനികളെ മുഴുവൻ കൊന്നൊടുക്കണം, അവിടെ ഇല്ലാതാക്കണം, ഇസ്രായേൽ മാത്രം മതി. തിരിച്ചപ്പുറത്തും അങ്ങനെ തന്നെയാണ്. നീ പാലസ്തീനി രാജ്യസ്നേഹിയാണെങ്കിൽ ഫ്രം ദി റിവർ ടു ദ സീ, പുഴ നദി മുതൽ കടൽ വരെ ഇസ്രായേലിനെ ഇല്ലാതാക്കണം. അതാണ് നിന്റെ യഥാർത്ഥത്തിലുള്ള രാജ്യസ്നേഹം, നിനക്ക് നിന്റെ ഇസ്ലാമിനോടുള്ള വിശ്വാസം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇറാനിലെ മുമ്പത്തെ പ്രസിഡന്റ് അഹമ്മദി നജാദ് ഇസ്രായേലിനെ പൂർണ്ണമായും ഇല്ല, ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റണം. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഇതൊക്കെ ഒരു, അല്ലെങ്കിൽ ഉക്രൈന് റഷ്യ ഇതേപോലെ, നീ ഉക്രൈനെ ഭൂമുഖത്തുനിന്ന് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് തിരിച്ച് റഷ്യയോട് പറയാൻ പോലുമുള്ള ആവത് ഉക്രൈൻ ഇല്ല. പക്ഷേ ഈ രീതിയിലുള്ളത് കപട രാജ്യസ്നേഹമാണ്. പാകിസ്ഥാൻ വിരോധമല്ല ഇന്ത്യ സ്നേഹമാകേണ്ടത്, ഇന്ത്യ വിരോധമല്ല അവിടെ പാകിസ്ഥാൻ സ്നേഹമാകേണ്ടത്. ഇന്ത്യയും പാകിസ്ഥാനും ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. പരസ്പരം വിരോധത്തിന്റെ പേരിൽ ഒന്നും ഉണ്ടാകാൻ പോണില്ല. ഇതല്ല രാജ്യസ്നേഹം. രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ കഴിഞ്ഞ വർഷം പാകിസ്ഥാന്റെ പോവർട്ടി റേറ്റ്സ് ഒന്ന് അടിച്ചു നോക്കിയാൽ പാകിസ്ഥാൻ വളരെയധികം, പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം തുടങ്ങിയ കാര്യങ്ങൾ, ബുദ്ധിമുട്ട്, അവിടുത്തെ ആൾക്കാർക്ക് വിദ്യാഭ്യാസമില്ല, വീടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെ കൂടുതലാണ്. നമ്മുടെ നാട്ടിലും ആന്തരികമായ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതിനർത്ഥം കമ്മ്യൂണിസ്റ്റുകാരുടെ ലൈൻ പോലെ എല്ലാം എന്താ പറയണേ, മറ്റേ ഉള്ളിയുടെ വിലയിൽ തീരുമാനിച്ചാൽ മതി എന്നല്ല. നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ സഹോദരനോട് നമുക്കുള്ള സ്നേഹം അപ്പുറത്തെ വീട്ടുകാരനോടുള്ള ദേഷ്യമാണോ? നമ്മുടെ വീടാണ് ഇന്ത്യ, ഇന്ത്യ മഹാരാജ്യം നമ്മുടെ വീടാണ്. നമ്മുടെ വീടിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽക്കാരന്റെ വീട്ടിനോടുള്ള ദേഷ്യമാണോ? പാകിസ്ഥാൻ നന്നായിക്കോട്ടെ, നമ്മളെ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കും, അതേ ഉള്ളൂ. അല്ലെങ്കിൽ പാകിസ്ഥാനെ ഭൂമുഖത്തും ഇല്ലാതാക്കണം എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. നമ്മുടെ മറുനാടൻ മലയാളിയുടെ ഷാജൻജിയും രാജ്യത്തെ തള്ളി പറഞ്ഞിട്ട് വേണു അഖിൽ മാരാർ നിങ്ങൾക്ക് MLA ആകാന്നൊക്കെ പറയുന്നുണ്ട്. രാജ്യം എന്ന് പറഞ്ഞാൽ മോദി എന്നാണ് അർത്ഥം. മോദിജി എനിക്ക് ഇഷ്ടമാണ്, അത് വേറെ. പക്ഷേ മോദിജി അല്ല രാജ്യം. നാളെ മോദിജി പ്രധാനമന്ത്രിയായി ഇന്ത്യ അല്ലാതാവൂ. ഇത് തന്നെ മുമ്പുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ് എന്നൊക്കെ. അതൊക്കെ എന്താ പറയുക, അതും ശരിയല്ല, 100% ശരിയല്ല. ഒരു യുദ്ധം വരുമ്പോൾ നമ്മൾ പൂർണ്ണമായി മോദിജിയെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മോദിജി ആ സമയത്ത് ഒരു മിസ്റ്റർ ഇന്ത്യ ആയി നിൽക്കണം, അല്ലെങ്കിൽ ഉരുക്ക് വനിതയായി ഇന്ദിരാഗാന്ധി നിൽക്കണം. ആ നിമിഷം നമ്മുടെ രാജ്യം ഒരു മനസ്സായി ഇന്ദിരാഗാന്ധിയോടൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കണം. ഇപ്പൊ നാളെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കണം എന്ന് പറയുന്നതൊക്കെ ഓക്കെ. പക്ഷെ അതിനപ്പുറം ഇതിന്റെ പ്രശ്നം, ഇത് കപട രാജ്യസ്നേഹത്തിലേക്ക് പോകരുത്. കപട മതേതരത്വം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. കപട മതേതരത്വം എന്ന് പറഞ്ഞാൽ ജാതിയും മതവും ഒന്നുമില്ല, നമ്മളെല്ലാം മനുഷ്യർ മാത്രമാണെന്ന് പറഞ്ഞ് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ജാതിയും മതവും ഉപജാതി സമവാക്യങ്ങളും ഒക്കെ ആളെ നിർത്തുക. ഇതാണ് കപട മതേതരത്വം. അതിനേക്കാട്ട് നമുക്ക് വേണ്ടത് മതസൗഹാർദ്ദവും ബഹുസ്വരതയാണ്. വ്യത്യസ്ത ജാതിയും മതവും ഒക്കെ കാണും, എല്ലാവർക്കും റെപ്രസെന്റേഷൻ വേണം. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും വേണം, നായർക്കും ഈഴവനും പിന്നോക്കക്കാരനും മുന്നോക്കക്കാരനും എല്ലാവർക്കും വേണം, ദളിതനും ആദിവാസിക്കും അമ്പലവാസിക്കും ഒക്കെ വേണം. ഇങ്ങനെ ഒരു ബാലൻസ് ആണ്. ഇതേപോലെ തന്നെയാണ് കപട രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വിരോധത്തിന്റെ പുറത്ത് നമ്മുടെ രാജ്യസ്നേഹം ഉണ്ടാക്കരുത്. അതിൽ യാതൊരു അർത്ഥവുമില്ല. പകരം ഇന്ത്യയോടുള്ള സ്നേഹം, ഇന്ത്യക്കാരോടുള്ള സ്നേഹം, നമ്മുടെ സംസ്കാരത്തോട്, ചരിത്രത്തോട്, ഭൂമിയോട് ഉള്ള സ്നേഹമായി മാറണം. അതുകൊണ്ട് ശ്രീ അഖിൽ മാരാർ കറക്റ്റ് ചെയ്യണം. ഓർക്കുക, ഞാൻ നിങ്ങളെക്കാൾ വലിയ രാജ്യസ്നേഹിയാണെന്നുള്ളതിന്റെ അടിസ്ഥാനം പാകിസ്ഥാനെ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാക്കണം എന്നുള്ളതല്ല. അതൊക്കെ ചുമ്മാ നമ്മൾ പറയുന്നതാണ്. നമ്മൾ അങ്ങനെ ന്യൂക്ലിയർ നമ്മൾ ഇട്ടാ പാകിസ്ഥാൻ തിരിച്ച് ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിക്കില്ലേ? 10-25 കോടി അവിടെ മരിക്കുമ്പോൾ 10-20 കോടി നമ്മുടെ ആൾക്കാരെ മരിക്കില്ലേ? അങ്ങനെ ആൾക്കാരെ എല്ലാം കൊന്നു തള്ളുന്ന ഒരുതരം ജനോസൈഡൽ മനസ്ഥിതിയാണ്. അതല്ല, അത് ഹിറ്റ്ലറിന്റെ ഒക്കെ മനസ്ഥിതിയാണ്. അതല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ ഇന്ത്യ സ്നേഹം ഇന്ത്യക്കാരോടും ഇന്ത്യയുടെ ചരിത്രത്തോടും സംസ്കാരത്തോടും ഭൂമിയോടുമുള്ള സ്നേഹമാണ്. ആ സ്നേഹം നമുക്കുണ്ടാകട്ടെ. പാകിസ്ഥാൻ അടിച്ചാൽ നമുക്ക് തിരിച്ചടിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ലോകവും എല്ലാം നന്നായി മാറട്ടെ. ആ ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന ആദർശം മുമ്പോട്ട് വെക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഷാഹിദ് അഫ്രീദി പാകിസ്ഥാൻ ജയിച്ചു എന്ന വിശ്വാസത്തിൽ നിൽക്കാതിരിക്കട്ടെ. നേരെ മറിച്ച് നമ്മുടെ അഖിൽ മാരാർജി പാകിസ്ഥാൻ ഇല്ലാതാക്കുന്നതാണ് ഇന്ത്യ സ്നേഹം, അത് ഞാൻ നിങ്ങളെക്കാൾ വലിയ രാജ്യസ്നേഹിയാണെന്ന് പറയാതിരിക്കട്ടെ. ഇവിടെയാണ് ഈ വിഷയങ്ങൾ നമ്മൾ കുറെ കൂടെ എന്താ പറയുക, ബാലൻസ്ഡ് ആയി പഠിക്കണം. ഈ എക്സ്ട്രീംസിലേക്ക് പോകരുത്, മധ്യമാർഗമാണ് നല്ലത്. ഒരു വശത്ത് നിങ്ങൾ ഒന്നെങ്കിൽ അർബൻ നക്സൽ അല്ലെങ്കിൽ അർബൻ നാസി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകരുത്. പകരം ഒരു മധ്യവർത്തി നയങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണം. ജയ് ഹിന്ദ്.